റിപ്പോർട്ടർ ടിവിയുടെ അന്വേഷണത്തിൽ കണ്ടതും ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ്. പല ഉറപ്പുകളും പാലിച്ചിട്ടില്ല വനംവകുപ്പ്. കാട്ടാനാക്രമണത്തിന്റെ ഭീതി ഒഴിയാതെ കോതമംഗലം കുട്ടമ്പുഴ ഇപ്പോഴും തുടരുകയാണ്. കാട്ടാനയുടെ ആക്രമണത്തിൽ എൽദോസ് കൊല്ലപ്പെട്ട ഉരുളൻതണ്ണി മേഖലയിൽ ഇനിയും വഴിവിളക്കുകൾ സ്ഥാപിച്ചിട്ടില്ല. ഇപ്പോഴും ഇരുട്ടത്തുകൂടിയാണ് അവിടെ മനുഷ്യർ പോകുന്നത്. എൽദോസിന്റെ മരണത്തിന് പിന്നാലെ പ്രദേശത്ത് ട്രെഞ്ച് നിർമ്മാണം തുടങ്ങിയിട്ടുണ്ട്. 1 വർഷം മുമ്പ് വാഗ്ദാനം ചെയ്ത ട്രെഞ്ച് നിർമ്മാണം. എന്നാൽ കാട്ടാനാക്രമണത്തിൽ ശാശ്വത പരിഹാരം വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കുട്ടമ്പുഴയിൽ നിന്ന് സൈഫുനിസ അലിയാർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. സൈഫുനിസ, കുട്ടമ്പുഴയിലെ മനുഷ്യർക്ക് ഇപ്പോഴും വെളിച്ചത്തൂടി രാത്രി നടന്നു പോകാൻ പറ്റുന്ന അവസ്ഥയല്ല. കിണാശ്ശേരിയിലെ മനുഷ്യർ ഇപ്പോഴും ഇരുട്ടത്ത് തന്നെ ജീവിക്കുന്നു. ബസ് ഇറങ്ങി അവർക്ക് ഇപ്പോഴും ആന ഇറങ്ങുന്ന വഴിയിലൂടെ സഞ്ചരിക്കേണ്ടി വരുന്ന അവസ്ഥയാണ്. ശാശ്വത പരിഹാരം വേണമെന്നാണ് ആവശ്യം. എന്താണ് യഥാർത്ഥത്തിൽ കിണാശ്ശേരിക്കാരും കുട്ടമ്പുഴക്കാരും ആവശ്യപ്പെടുന്നത് സൈഫുനിസ? ഈ വനം വകുപ്പ് കൊടുത്ത ഉറപ്പുകളെല്ലാം വെള്ളത്തിൽ വരച്ച വരയായി തീരുകയായിരുന്നു. ഗുഡ് മോർണിംഗ് അരുൺകുമാർ. വനം വകുപ്പ് ഒരു ഉറപ്പ് പോലും ഇവർക്ക് നൽകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ കുട്ടമ്പുഴയിൽ നിന്നും ഒരു 5 കിലോമീറ്റർ ഇപ്പുറത്ത് ഉരുളൻതണ്ണിയുടെ അകത്ത് വലിയ കിണാശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ വലിയ കിണാശ്ശേരിയിലാണ് എൽദോസ്, കൊല്ലപ്പെട്ട എൽദോസിന്റെ വീടുള്ളത്. ഈ ഇവിടെ നിന്ന് നോക്കിയാൽ കാണുന്ന ദൂരത്താണ്, ആ കാണുന്നതാണ് എൽദോസിന്റെ വീട്. എൽദോസിന്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണിത്. ഈ ഭാഗത്തൊന്നും വഴിവിളക്കുകളില്ല. നമുക്ക് നോക്കിയാൽ കാണാം, ഈ 2 സൈഡിലും മലയാണ്. ഈ എൻ്റെ വലതുഭാഗത്ത് മലയാണ്, വലിയൊരു മലയാണ് ഈ കാണുന്നത്. ഇടതുഭാഗത്തും വലിയ മലയാണ് കാണുന്നത്. ഇതിൻ്റെ നടുക്കുള്ള പ്രദേശമാണ് ഇവർ ജീവിക്കുന്ന സ്ഥലം. ഇത് കൃഷിയോഗ്യമായ സ്ഥലമാണ്, കൃഷി ചെയ്തവർ ജീവിക്കുന്ന സ്ഥലമാണ്. ഇവിടെ ഇടത് സൈഡിലാണെങ്കിൽ കൊക്കോ കൃഷിയുണ്ട്, വലതുഭാഗത്ത് നോക്കുകയാണെങ്കിൽ റബ്ബർ തോട്ടങ്ങളാണ്. നടുക്ക് ആളുകൾ താമസിക്കുന്ന വീടുകൾ അങ്ങിങ്ങായിട്ടൊക്കെ ഉണ്ട്. 10-70 വീടുകൾ ഈ ഭാഗത്തുണ്ട്. ഇന്നലെ ഈ എൽദോസിൻ്റെ മൃതദേഹം ഖബറടക്കി ഏകദേശം മണിക്കൂറുകൾക്കകം തന്നെ ഇവിടെ വീണ്ടും ഈ ഒറ്റയാൻ ഇറങ്ങി എന്നുള്ളതാണ്. അത് അധികം ദൂരെയൊന്നുമല്ല. ഈ എൽദോസിന്റെ വീട് ഈ കാണുന്നതാണെങ്കിൽ എൻ്റെ ഇടതുഭാഗത്താണ് ആന ഇറങ്ങിയത്. ഇവിടെ ആനയുടെ കാൽപ്പാടുകളുണ്ട്, ആന മറച്ചിട്ട തെങ്ങുണ്ട്. ഇന്നലെ രാത്രി 12 മണിയോടുകൂടി ആന എത്തിയെന്നാണ് ഈ പ്രദേശവാസികൾ പറയുന്നത്. ചേച്ചി, എപ്പോഴാണ് ആന എത്തിയെന്നല്ലേ? 12 മണിയൊക്കെ ആയി കാണാം. അന്നേരം വന്ന് സൗണ്ട് കേട്ടുള്ളൂ, ആന ഞങ്ങൾ കണ്ടില്ല. വെളുപ്പിന് വന്ന് നോക്കിയപ്പോൾ തെങ്ങ് മറിച്ചിട്ടിട്ടുണ്ട്. എൽദോസിന്റെ വീടിന്റെ പരിസരത്തേക്കൂടെ ഇറങ്ങി വന്നേക്കണത്. എൽദോസിന്റെ വീടിന്റെ ഭാഗത്തോടെ ഇറങ്ങി വന്നേക്കണേ അല്ലേ? അതിൽ ആന ഇറങ്ങി വന്നേക്കണത്. എപ്പോഴും വരാറുണ്ടോ ആന? എപ്പോഴൊന്നും അങ്ങനെ വരാറില്ല. ഇന്നലെ വന്നു, പിന്നെ മിക്കവാറും തന്നെ വരാറുണ്ട്. പക്ഷെ അത്ര അടുത്തേക്കടെ ഒന്നും വരാറില്ലായിരുന്നു. ഇന്നലെയാണ് ഇത്ര അടുത്തേക്കടെ വന്നതും. തെങ്ങൊക്കെ മിക്കവാറും തന്നെ മറിച്ചിടണതാ. ഈ വരുന്ന വഴിക്ക് എവിടെയെങ്കിലും വിളിച്ചോണ്ടോ? ഇല്ല ചേച്ചി, ഇവിടുന്ന് നമ്മുടെ ഫോറസ്റ്റ് സ്റ്റേഷനിൽ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒരു പോസ്റ്റേലും തന്നെ ലേറ്റ് ഇല്ല. ഒരു വെട്ടമില്ല, വെളുക്കൂല. ഒരു 6 മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂരി ഇരുട്ടാണ്. എല്ലാവർക്കും വണ്ടി വാഹനം ഉള്ളവരല്ല, മിക്കവാറും തന്നെ പേര് നടന്നു പോണവരാണ്. അതുകൊണ്ട് തന്നെ പേടിച്ചും ഭയന്നും ഇവിടെ ഉള്ളവർ കഴിയുന്നത്. ഈ പല വീടുകളിലും നമ്മൾ ഇന്നലെ സംസാരിച്ചപ്പോൾ പറഞ്ഞു, പല വീട്ടുകാരും വഴിവിളക്ക് ഇട്ടിരിക്കുന്നത് അവരുടെ സ്വന്തം കറണ്ട് ഉപയോഗിച്ച് കറണ്ട് ബില്ല് അവരടയ്ക്കുന്ന അവസ്ഥയിലാണ്. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് അത്തരം കാര്യങ്ങളൊന്നും ഒരു ശ്രദ്ധയുമില്ല. ഇല്ല, ഒരു ശ്രദ്ധയില്ല. ഒരു ശ്രദ്ധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഫോറസ്റ്റുകാർക്കില്ല, ഞങ്ങളുടെ വാർഡിലെ മെമ്പറിനില്ല, ഈ ഭാഗത്തുള്ള ഒരു രാഷ്ട്രീയക്കാർക്കോ ഒരു മറ്റുള്ള മനുഷ്യർക്കോ ഒന്നും ഒരു ശ്രദ്ധയില്ലാത്തൊരു നാടായി തീർന്നേക്കുമാണ് ഞങ്ങളുടെ നാട്. പക്ഷേ ഇങ്ങനെയല്ലായിരുന്നു, ഇതിന് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന സ്ഥലമാണ്. ഇപ്പോഴാണ് ആൾക്കാരിങ്ങനെ ഒരു ശ്രദ്ധയില്ലാതെ വന്നേക്കുന്നത്. അതുകൊണ്ട് പാവപ്പെട്ട് ഞങ്ങൾക്ക് ഇവിടെ ജീവിച്ചു പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്ക് ഇട്ടേച്ച് വേറൊരു സ്ഥലത്ത് പോയി ജീവിക്കാനുള്ള വശമുള്ളവരും അല്ല ഇവിടെ ഉള്ളവർ. എല്ലാവരും കൂലിപ്പണി എടുത്ത് ജീവിക്കുന്നവരുമാണ്. ഈ ഫെൻസിംഗ് എന്ന് പറഞ്ഞിട്ട് അതൊക്കെ നടപടിയായിട്ടുണ്ട്? അതൊന്നും നടപടിയായിട്ടില്ല. ഒരു പ്രാവശ്യം ഇവർ ഫെൻസിലിങ് ഇട്ടു. അത് മനുഷ്യർ തൊട്ടാൽ പോലും വീഴാൻ പാകത്തിനുള്ളൊരു സാധനമാണ് ഇട്ടത്. അത് ഒരാഴ്ച പോലും നിന്നിട്ടില്ല, അത് മറിഞ്ഞുപോയി. അത് മൊത്തം നശിപ്പിച്ച് കളഞ്ഞു. ആനയായിട്ട് മനുഷ്യരായിട്ടൊക്കെ കളഞ്ഞിട്ടുണ്ട്. പിന്നീട് അതൊന്നും ആവർത്തിച്ച് ചെയ്യാനുള്ളൊരു പരിഗണന ഇതുപോലും ഉണ്ടായിട്ടില്ല. കൃത്യമായി പരിപാലിച്ചു പോകുന്നില്ല. അതൊരു ഭയങ്കര വീഴ്ച തന്നെയാണ്. എല്ലാവരുടെ ഭാഗത്തുനിന്നും അതൊരു വീഴ്ച തന്നെയാണ്. കഷ്ടപ്പെടുന്നത് ഞങ്ങൾ പാവങ്ങൾ മാത്രമാണ് ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത്. അരുൺകുമാർ, ഞാൻ ആന വന്ന ഭാഗം ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ആന വന്നത് ഇപ്പോൾ എൽദോസിന്റെ വീട് നമ്മൾ ഈ നോക്കിയാൽ കാണുന്ന ദൂരത്താണ്. അവിടെ നിന്ന് ആന വന്ന ഇറങ്ങിയ ഭാഗമാണ്. ഇതാണ് ആനയുടെ കാൽപ്പാടുകളാണ് ഈ കാണുന്നത്. ഇവിടെ നിന്ന് ആന ഈ എൽദോസിന്റെ വീടിന്റെ ഭാഗത്തൂടെ വന്ന് ഈ റോഡിലൂടെ വന്ന് ആനയുടെ കാൽപ്പാടുകളാണ് കാണുന്നത്. ആന ഇതിലൂടെ ഇറങ്ങി പോവുകയാണ് ചെയ്തത്. ഇതിലൂടെ ഇറങ്ങി ഇവിടെ നിന്ന ഈ തെങ്ങ് കുറ്റിയാണ് ഇവിടെ നിന്നാണ് പറിച്ച് എറിഞ്ഞിരിക്കുന്നത്. ഇത് വേരോടെ പിഴുത് എറിഞ്ഞിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഇവിടെ വലിച്ചു കൊണ്ടുപോയ വഴിയാണ് ഈ കാണുന്നത്. വലിച്ചു കൊണ്ടുപോയി തെങ്ങ് ഇവിടെ കൊണ്ടിട്ടിരിക്കുകയാണ്. ഇന്നലെ രാത്രി 12 മണിക്കുണ്ടായ സംഭവമാണ്. ഈ ആളുകൾ താമസിക്കുന്ന വീടിൻ്റെ തൊട്ടടുത്ത് ഈ തെങ്ങിൻ്റെ മുകൾ ഭാഗമില്ല, ഓല ഒന്നുമില്ല, എല്ലാം ആന തിന്നിട്ടുണ്ട്. ഈ ഭാഗത്ത് ഇത് റബ്ബർ തോട്ടമാണ്. നമ്മൾ സാധാരണ കാണുന്ന ഒരു റബ്ബർ തോട്ടമാണ്. അത് വനമേഖലയൊന്നുമല്ല. ജനങ്ങൾ കൃഷി ചെയ്ത് ജീവിക്കുന്നൊരു ഭാഗമാണ്. അവിടെ നടക്കുന്ന സംഭവമാണ് ഈ പറയുന്നത്.
ഈ തെങ്ങിന്റെ എപ്പോ വേണമെങ്കിലും ഈ ഒറ്റയാനും കാട്ടാനക്കൂട്ടങ്ങളും ഒക്കെ പുറത്തു വരാം അല്ലേ? തീർച്ചയായും ഇതാ ഈ തെങ്ങിന്റെ മൂടാണ് ഈ കാണുന്നത്. തെങ്ങ് ശൂന്യമാണ്. ഇന്നലെ രാത്രി ആന ഈ തെങ്ങ് ലക്ഷ്യമാക്കി ആയിട്ടാണ് വന്നത്. ഇലകളെല്ലാം ഓലയൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്, ആനപ്പിണ്ടം കിടക്കുന്നുണ്ട്. ഇന്നലെ പുലർച്ചെ വരെ ആന ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് ഈ പ്രദേശവാസികൾ പറയുന്നത്. ഈ എൽദോസിന്റെ മരണം ഉണ്ടായി മണിക്കൂറുകൾക്കകമാണ്. മിനിങ്ങാന്ന് രാത്രി പ്രതിഷേധവും മാർച്ചും ഒക്കെയായി ആളുകൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഇന്നലെ. അതുകൊണ്ട് എല്ലാവരും വലിയ ക്ഷീണിതരായിരുന്നു. അതുകൊണ്ട് തന്നെ ആനയെ വന്ന് ഇവിടെ നിന്ന് തുരത്തി ഓടിക്കുക എന്ന് പറയുന്ന രീതിയിലേക്ക്, ഒപ്പം തന്നെ ഏത് രീതിയിലാണ് വളരെ ഒരു ആക്രോശിച്ച് നിൽക്കുന്ന ആനയായിരിക്കും. അതുകൊണ്ട് ആളുകൾക്ക് ആ ഒരു ഭയപ്പാട് കൂടി ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രി ഒരു 10 മണി വരെ ഈ ഭാഗത്തുണ്ടായിരുന്നു അരുൺകുമാർ. വളരെ പേടിപ്പിക്കുന്ന ഒരു ഭീതിതമായ അന്തരീക്ഷം. കാരണം ഒരു 6 മണി കഴിഞ്ഞാൽ വീട്ടിലൊരു ഇത്തിരി വെളിച്ചെണ്ണയോ ഉപ്പോ എന്തെങ്കിലും ഒന്ന് തീർന്നാൽ ഓടിപ്പോയി ഒന്ന് കടയിൽ പോയി വാങ്ങാൻ പോലുള്ള സാഹചര്യം ഇല്ലാത്ത ആളുകളാണ് ഇവിടെയുള്ളവർ. കാരണം വീട്ടിൽ നിന്ന് പിന്നെ പുറത്തിറങ്ങാൻ കഴിയില്ല, വഴിവിളക്കില്ല, റോഡിലൂടെ നടക്കാൻ കഴിയില്ല. ചുറ്റും എപ്പോൾ വേണമെങ്കിലും ആനയുടെ ആക്രമണം ഉണ്ടാകാവുന്ന ഒരു മേഖലയാണിത്. പക്ഷെ ഒരു രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും നടത്തിയിട്ടില്ല, വഴിവിളക്കില്ല, ഉള്ള വിളക്കുകൾ പോലും കറണ്ട് ഉപയോഗിച്ച് ആളുകൾക്ക് വെളിച്ചമുണ്ടാക്കേണ്ട അവസ്ഥ. 65ഓളം കുടുംബങ്ങളിൽ 10-40 കുടുംബങ്ങൾ മാത്രമേ കുട്ടികൾ പഠിക്കാൻ പോകണമെങ്കിൽ ഇവിടെ 10-60-70 ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ്. ഇനി ഇവിടെ ഒരു കൊച്ചുകളാശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ ഒരു 10-13 വീടുകളുണ്ട്. ഇവരുടെയൊക്കെ വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ ഒരു കൈ മുറിഞ്ഞാൽ ഒന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയി തുന്നി കെട്ടണമെങ്കിൽ പോലും ഇവർക്ക് 25 കിലോമീറ്റർ പോയി കോതമംഗലത്ത് ചെല്ലണം. കോതമംഗലത്താണ് ഒരു ആശുപത്രി ഉള്ളത്. അതല്ലാതെ ഇവർക്ക് തൊട്ടടുത്തൊരു ആശുപത്രി സൗകര്യമില്ല. സ്കൂളുണ്ടെങ്കിൽ സ്കൂളിന് വേണമെങ്കിൽ പോകേണ്ടത് ഈ കുട്ടമ്പുഴ കോതമംഗലം ഭാഗത്താണ്. അതല്ലാതെ ഇതിനടുത്ത് ഇവർക്ക് പോകാനായിട്ട് ഒരു കോതമംഗലത്തേക്ക് എത്തിയാൽ മാത്രമാണ് ഇവരുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും നടക്കുകയുള്ളൂ. എന്ത് കാര്യങ്ങൾക്കാണെങ്കിലും കോതമംഗലത്തെ, അതായത് 25 കിലോമീറ്റർ അപ്പുറത്തുള്ള കോതമംഗലത്തെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥയിലാണ്. ശരിക്കും ഇവിടെ നിന്ന് ഇവർക്ക് വിട്ടുപോയാൽ ഇവർക്ക് ജീവിതമാർഗം പോലും ഇല്ലാതാകും. കാരണം ഈ കൃഷിയിടത്തെ കൊണ്ടാണ് ഇവർ ജീവിക്കുന്നത് പലരും. ഇപ്പോൾ പുതിയ തലമുറയെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ മറ്റ് നേരത്തെ മുതൽ ഇവിടെ താമസിക്കുന്ന ആളുകളെല്ലാം പൂർണ്ണമായും ആശ്രയിക്കുന്ന ഈ ഭൂമിയാണ്. പക്ഷേ ഈ ഭൂമി ഇപ്പോൾ വന്യമൃഗങ്ങൾ കയ്യേറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി ഇവിടെ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എങ്ങനെയാണ് എന്നുള്ളൊരു ആശങ്കയിലാണ് ഇവർ നിൽക്കുന്നത്. എൽദോസിന്റെ മരണത്തോടു കൂടി അതിഭീതിമായ ഒരു ഇട്ടിട്ടില്ല, വിളക്ക് കത്തുന്നില്ല. ഇന്നലെ രാത്രിയിലും വിളക്ക് കത്തിയിട്ടില്ലല്ലോ അല്ലേ ആ വഴിയിൽ? ഇല്ല അരുൺകുമാർ, ഞാൻ ഇന്നലെ നമ്മൾ ഗസ്റ്റ് വെക്കാനായിട്ടൊരു ഭാഗത്തൂടെ പോയി. അപ്പോൾ നമ്മൾ ഒരു 2 കിലോമീറ്ററോളം മെയിൻ റോഡിൽ നിന്ന് അകത്തേക്ക് സഞ്ചരിച്ചു. ഒരു വിളക്കില്ല, വഴിയില്ല, റോഡില്ലാത്ത ഒരു മേഖലയാണ്. മണ്ണിട്ട വഴികളാണ്. നമ്മൾ പോയിട്ട് നമുക്ക് 2 ഇടത്തേക്കായി വണ്ടി തിരിയുന്നു. നമ്മൾ ഈ ഗസ്റ്റിനെ വിളിക്കുമ്പോൾ അവർ നമ്മളോട് പറയുന്നത് ഫോറസ്റ്റുകാരെ കൂട്ടിയിട്ടേ ഇങ്ങോട്ട് വരാൻ കഴിയുള്ളൂ 6 മണിക്ക് കഴിഞ്ഞാൽ, അതല്ലാതെ നിങ്ങൾ വരരുത്, അത് വളരെ ഇങ്ങനെയുള്ള ആന ഇറങ്ങുന്ന ഒരു സ്ഥലമാണ്, എപ്പോഴും ആന ഇറങ്ങുന്ന സ്ഥലമാണ് എന്നാണ് പറഞ്ഞത്. നമ്മൾ പോലും പേടിച്ചു പോയി. അപ്പോൾ നമ്മൾ പരിചിതരാത്ത ആളുകൾ ഈ ഭാഗത്തേക്ക് വന്നു. അപ്പോൾ അവിടെയുള്ളവരെല്ലാവരും പറയുന്നത് പുറത്തേക്ക് ഇറങ്ങരുത്, 6 മണി കഴിഞ്ഞാൽ പുറത്തേക്കേ ഇറങ്ങരുത്. പ്രത്യേകിച്ച് ഇപ്പോൾ മഞ്ഞുകാലം കൂടിയാണ്, പെട്ടെന്ന് ഇരുട്ടാവും. 5:30 കഴിയുമ്പോൾ തന്നെ ഇരുട്ട് വീണ് തുടങ്ങും. അപ്പോൾ ഇവർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. കാരണം രാവിലെ ആണെങ്കിൽ പോലും ഒരു 7:30-8 മണിക്ക് ശേഷമേ, കാരണം പുലർച്ചെ ടാപ്പിങ്ങിന് പോകുന്ന ആളുകൾ പോലും ആനയെ കാണുന്നുണ്ടെന്ന് പറയുന്നു. കാരണം റബ്ബറൊക്കെ വെട്ടി ജീവിക്കുന്ന ആളുകളാണ്. ടാപ്പിങ്ങിന് 6 മണി 6:30 ശേഷമാണ് ഇപ്പോൾ പോകുന്നത്. നേരത്തെ 4 മണി 4:30 പോയിക്കൊണ്ടിരുന്ന ആളുകൾ ഇപ്പോൾ പോകുന്നത് രാവിലെ വെട്ടം വീണ ശേഷമാണ്. അതല്ലാതെ ഈ തോട്ടത്തിലേക്ക് കയറാൻ കഴിയില്ല, ആനയുള്ള പ്രദേശമാണ്. വഴിവിളക്കില്ല, വെളിച്ചമില്ല, ഫെൻസിംഗ് ഇല്ല. ഒരു രീതിയിലും ഒരു പരിഗണിക്കാതെയാണ് വനം വകുപ്പ് മുന്നോട്ട് പോകുന്നത്, സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഒരു മരണം ഉണ്ടായി, നഷ്ടപരിഹാരം കൊണ്ട് ഇവരുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കാനില്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത്. എന്തായാലും അവിടെയുള്ള ഫോറസ്റ്റ് പട്രോളിംഗ് ഓഫീസിലൂടെ ഒന്ന് സേഫ് ന്യൂസ് പോകണം. അവിടുത്തെ ജീപ്പിലൊന്നും കൃത്യമായിട്ട് ഡീസൽ അടിക്കാനുള്ള പൈസയില്ല എന്നുകൂടി അവർ പറഞ്ഞതായി നാട്ടുകാർ പറയുന്നുണ്ട്. അക്കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് അന്വേഷിക്കണം.